ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രിൻസസ് കട്ട് ബ്ലൗസിന്റെ കട്ടിംഗ് ആണ് ട്ടോ കാണിക്കുന്നത്. ഒരു 34 സൈസ് വരുന്ന ഒരു പ്രിൻസസ് കട്ട് ബ്ലൗസ് ആണ് ഇപ്പോൾ കട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആദ്യം തന്നെ ഒരു സ്ട്രെയിറ്റ് ലൈൻ താഴെ കൊടുക്കുക, നമ്മുടെ തുണിക്കൊക്കെ വളവൊക്കെ ഉണ്ടെങ്കിൽ മാറാൻ വേണ്ടിയാണ്. അതിനുശേഷം നമ്മൾ ലെങ്ത് മാർക്ക് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ ബാക്ക് പീസാണ് ആദ്യം കട്ട് ചെയ്യുന്നത്. ഫ്രണ്ട് പീസ് കട്ട് ചെയ്യുന്നത് അടുത്ത പാർട്ടിലേ കാണിക്കുള്ളൂ കേട്ടോ. കാരണം 3 മിനിറ്റ് ഷോർട്ട് വീഡിയോ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ ദേ നമ്മൾ ബ്ലൗസിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ ഒരു 14 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഇപ്പം 15 ഇഞ്ച് എടുത്തിട്ടുണ്ട്, തയ്യൽത്തുമ്പും കൂടി ചേർത്തിട്ട്. എന്നിട്ട് നമ്മൾ മുകളിലും കൂടി ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഷോൾഡർ, അതായത് നമ്മുടെ ചെസ്റ്റ് ഡിവൈഡ് ബൈ 6 ആണ് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 5.5 ഇഞ്ചാണ് അവിടെ കിട്ടിയിരിക്കുന്നത്. ആം ഹോളും നമ്മൾ അതുപോലെ തന്നെ മാർക്ക് ചെയ്യുക. ആം ഹോൾ നമ്മുടെ അപ്പർ ചെസ്റ്റ് ഡിവൈഡ് ബൈ 6, അതാണ് നമ്മൾ അവിടെ ആം ഹോളായിട്ട് ലെങ്ത്ത് മാർക്ക് ചെയ്യേണ്ടത്. അതിനുശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ചെസ്റ്റ് ലൈൻ. ഇവിടെ 34 സൈസ് ബ്ലൗസ് ആയതുകൊണ്ട് തന്നെ 1 ഇഞ്ചേ ലൂസ് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പം 34ന്റെ കൂടെ 1 കൂട്ടി 35, 4/1 ഞാനിവിടെ നമ്മുടെ ചെസ്റ്റ് ലൈൻ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ 8.25 ഇഞ്ചാണ്. പിന്നെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് മാർക്ക് ചെയ്യാനുള്ള വേസ്റ്റ് അളവാണ്. വേസ്റ്റ് അളവ് വന്നിരിക്കുന്നത് 28 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ 28ന്റെ 4/1 നമ്മൾ 7 ആണ് ഇവിടെ നമ്മൾ ചെസ്റ്റിൽ മാർക്ക് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഈ ലൈനുകൾ തമ്മിൽ നമ്മൾ കൂട്ടി യോജിപ്പിച്ച് വരച്ചെടുക്കണം. നമ്മൾ സാധാരണ ബ്ലൗസ് കട്ടിങ്ങിൻ്റെ അത് തന്നെയാണ് പ്രിൻസസ് കട്ടിനും. പ്രിൻസസ് കട്ടിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ഒരു ചെറിയ വ്യത്യാസം വരുമെന്നേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്ത് നമ്മൾ നെക്കാണ് മാർക്ക് ചെയ്യുന്നത്. നമ്മൾ ഷോൾഡറിൻ്റെ സെക്കൻഡ് ലൈനിൽ നിന്ന് വേണം നമ്മൾ നെക്ക് മാർക്ക് ചെയ്യാൻ. ഇവിടെ എനിക്കൊരു 6 ഇഞ്ച് മതി. അപ്പോൾ 6 ഇഞ്ച് എന്ന് പറയുന്നത് നമ്മളൊരു 5.25 ഇഞ്ചിൽ മാർക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അതൊരു 3 ഇഞ്ച് വൈഡാണ് ഞാൻ നെക്കിന് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ താഴെയും മുകളിലും 3 ഇഞ്ച് വൈഡ് തന്നെ കൊടുക്കുക. അതിനുശേഷം പിന്നെ അതൊന്ന് ഒരു റൗണ്ട് ഷേപ്പിൽ വരച്ചെടുക്കുക. നമ്മുടെ ആം കർവ് സ്കെയിൽ നമ്മുടെ കയ്യിലുണ്ടല്ലോ, അതുകൊണ്ട് നമ്മളൊരു റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കും. ഇനി നമുക്ക് അടുത്ത ആം ഹോൾ കർവാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആം ഹോൾ ലെങ്ത്തിൻ്റെ പകുതി കണ്ടിട്ട് അതിൻ്റെ സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ചെസ്റ്റ് ലൈനിൽ നമ്മുടെ ആം ഹോളിൻ്റെ ആ സ്ക്വയർ വന്നിരിക്കണം അവിടം വരെ ചെസ്റ്റ് ലൈൻ നോക്കുക, കണ്ടില്ല അതുപോലെ. എന്നിട്ട് അത്രയും പകുതി എടുക്കുക. ഇത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതും മാർക്ക് ചെയ്യുക. അതിൻ്റെ സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഈ സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെയാണ് അത് യോജിപ്പിക്കേണ്ടത് കേട്ടോ. എന്നിട്ട് നമ്മളിതൊരു കർവായിട്ട് ഷേപ്പ് ചെയ്ത് വരയ്ക്കുക. അതിനുശേഷം നമ്മൾ വരച്ച ആം ഹോൾ റൗണ്ട് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കണം. ഇവിടെ 16 ഇഞ്ചാണ് നമുക്ക് ആം ഹോൾ റൗണ്ട്. അപ്പോൾ 8 കിട്ടണം നമുക്ക് അവിടെ. അപ്പോൾ 8 അവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊന്നുമില്ല, ഈ ഒരു പോർഷൻ കട്ട് ചെയ്തെടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പ്രിൻസസ് കട്ട് ബ്ലൗസിന്റെ ബാക്ക് പാർട്ട് കട്ടിങ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാനിതിന്റെ ഫ്രണ്ട് പാർട്ട് കട്ടിങ് കാണിക്കാം. പിന്നെ നിങ്ങളോടൊരു കാര്യം പറയാൻ മറന്നുപോയി, ഇത് ഫ്രണ്ട് ഓപ്പൺ പ്രിൻസസ് കട്ട് ബ്ലൗസ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് ബാക്ക് പോർഷനിൽ ഓപ്പൺ കൊടുക്കാത്തത്. പിന്നെ നമ്മൾ തയ്യൽ തുമ്പിൽ ഇങ്ങനെ നോച്ചുകൾ ഇട്ട് കൊടുക്കുക, നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.